അത് നമുക്കിപ്പം മനസ്സിലാവില്ല. അയാളോട് ഇതൊന്നുമില്ലെന്നാണ്. അത് അജാതം നിത്യജാതമാണ്. നാരായണഗുരുവിൻ്റെ ഈ ശ്ലോകങ്ങളിൽ ആ ഭാഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദർശനമാലയിൽ അതുണ്ട്. ഇവിടെ അജാതം നിത്യജാതമല്ല, ഇവിടെ വിവർത്തത്തെയാണ്. ആ വിവർത്തത്തെ ഭംഗിയായ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. ഇതെല്ലാം ഒന്നാണ്. പാല് തന്നെ മോര്, പാല് തന്നെ വെണ്ണ, പാല് തന്നെ തൈര് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം ഏകമായൊരു വസ്തുവിൻ്റെ പരിണാമഭേദങ്ങൾ മാത്രം, വേറിട്ടൊന്നുമില്ല. ഒന്നിൽ നിന്ന് അന്യമായി സൂക്ഷ്മദൃഷ്ടിയിൽ യാതൊന്നുമില്ല. ഞാൻ രാമൻ, അവൻ കൃഷ്ണൻ എന്ന് വേർതിരിച്ചു പറയാവുന്ന ഒന്നും ഇവർ തമ്മിലില്ല. കാരണം പഞ്ചഭൂത സമ്മിളിതമായ ശരീരം, കേവലമായ ആത്മബോധം, സ്വാഭാവികതയിലും നിരുപാധികതയിലും അഭിന്നമായതിനെ ഭിന്നമായി കാണുന്നത് അജ്ഞാനം, അഭിന്നമാണെന്ന് കാണുന്നത് ജ്ഞാനം. അവിടെയാണ് നീ തന്നെ സൃഷ്ടി, നീ തന്നെ സൃഷ്ടാവും. ബോധത്തിൽ വരുന്ന ആന്തോളനമാണ് സൃഷ്ടിക്ക് ഹേതു. ആ ബോധം തന്നെയാണ് സൃഷ്ടിയായി വരുന്നതും. സൃഷ്ടിക്കാനുള്ള അജ്ഞാനവും നീ തന്നെ, മായയും നീ തന്നെ. സൃഷ്ടിയുടെ സാമഗ്രി അജ്ഞാനമാണ്, മായയാണ്. മായയില്ലെങ്കിൽ സൃഷ്ടിയില്ല. വിക്ഷേപാഭരണങ്ങളായി പിരിയുന്നത് അത്രയും നീ തന്നെയാണ്. മായ നിന്നിൽ നിന്ന് അന്യമല്ല എന്ന് വരുന്ന വിശിഷ്ടാദ്വൈതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ചിന്ത. നീ തന്നെ സൃഷ്ടി, നീ തന്നെ സൃഷ്ടാവ്, നീ തന്നെ സൃഷ്ടിക്കുള്ള സാമഗ്രി, നീ തന്നെ സൃഷ്ടിജാലം. അങ്ങനെയാണെങ്കിൽ നീ തന്നെയാണ് അപ്പോൾ മായ. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. മായ നീയാണ്, മായാവി നീയാണ്, മായാവിനോദൻ നീയാണ്. മായയെ നീക്കി എനിക്ക് മോക്ഷം തരേണ്ട ആര്യനും നീ തന്നെയാണ്. മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. മായ, മായാവി, മായാവിനോദൻ. സാധാരണ ജീവിതമെടുത്താലും കർത്തവ്യം, ഭോക്തവ്യം, പ്രാപ്തവ്യം എന്ന് മൂന്നുണ്ടാവും. അപ്പോ സമഷ്ടി പുരുഷനെ സംബന്ധിച്ച് മായ അത് നീ തന്നെയാണ്. മായാവിയും നീയാണ്. മായയെ സൃഷ്ടിക്കുന്നവൻ മായാവി. ആ മായയിൽ ഇരുന്നു കൊണ്ട് മായയെ ആസ്വദിക്കുന്നവനും നീയാണ് വിനോദൻ. ഇനി മായ നീക്കി മോക്ഷപദത്തെ പ്രാപിപ്പിക്കുന്നവനോ അതും നീ തന്നെയാണ്. ഇതിലേതെങ്കിലും ഒന്ന് നീ അല്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള എല്ലാവരും തെറ്റി. അതുകൊണ്ട് ഇതുവരെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള കാര്യകാരണ സംബന്ധവാദവും ആശയവാദവും വിശ്വവ്യവസ്ഥാവാദവും അതേപോലെ തന്നെ സ്വദ്ദേശ്യതാവാദവും എല്ലാം അതിക്രമിച്ച് സൃഷ്ടി എന്നൊന്നില്ല, അറിവില്ലായ്മയിലാണ് സൃഷ്ടി അനിവാര്യമാണെന്ന് തോന്നുന്നത്. അതിന് കാരണം നാം ആദ്യം പറഞ്ഞ ഉപോദ്ഘാതമാണ്. ഇതിന്റെ തുടക്കത്തിൽ നമ്മളൊരു പഠനത്തിന്റെ 2 തലങ്ങൾ പറഞ്ഞു. അറിവിൽ നിന്നുള്ള വളർച്ച, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള വളർച്ച. ഓർമ്മയുണ്ടാവും. നിങ്ങൾ ആദ്യത്തത് പഠിക്കാതിരിക്കുകയും രണ്ടാമത്തത് പഠിച്ചുറയ്ക്കുകയും ചെയ്തതുകൊണ്ട് ഇത് തലയിൽ കയറില്ല. അതാണ് ഇതിന്റെ വൈകല്യം. അതുകൊണ്ടാണ് സൃഷ്ടി ഒരു അനിവാര്യതയാണെന്ന് നമുക്ക് തോന്നുന്നു. നിങ്ങൾ വിചാരിക്കുന്ന സനാതനധർമ്മം എന്നൊന്നിന്റെ രക്ഷകരായി നിങ്ങൾ എത്തണമെന്ന മോഹം പോലും ഈ മതപരിവർത്തനത്തിന്റെ ലക്ഷണമാണ്. സമറ്റിക് ചിന്തയിലാണെന്ന് നിങ്ങൾ നിലകൊള്ളുന്നത് എന്നുള്ളതിന്റെ പ്രകട ഉദാഹരണമാണ് ആ മതങ്ങളോടും ആ ചിന്തകളോടും നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ താരതമ്യപ്പെടുത്തുന്നത് പോലും. സമന്വയമില്ലാത്ത, സാജാത്യമില്ലാത്ത 2 മാതൃകകളാണിവ. അതറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആദ്യം പറഞ്ഞ തലോ ഇതും യോജിപ്പിക്കണം. അറിവിൽ നിന്നുള്ള വികാസം, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള വികാസം. അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് വികസിക്കുമ്പോൾ, ആ തലം സ്വീകരിച്ചു കഴിയുമ്പോൾ നാം അറിയാതെ അറിവിന്റെ പുതിയൊരു ചിന്താധാര എവിടെ ഉണ്ടാവും. ആ ചിന്താധാര പൗരാണികമായ വൈദിക ചിന്താധാരയ്ക്ക് വിരോധിയുമാണ്. മനസ്സിനെ, ബുദ്ധിയെ, ചിത്തത്തെ, അഹങ്കാരത്തെ ഒക്കെ പഠനോപാധികളായി സ്വീകരിക്കുമ്പോൾ വിദ്യ സൂക്ഷ്മമാകുന്നു. ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും
യാഥാർത്ഥ്യമെന്ന് അപഗ്രഥിക്കുമ്പോൾ അറിവ് സ്ഥൂലമാകും. ഇന്ദ്രിയ പരിപ്രേക്ഷ്യമുള്ള ലോകത്തെയും മാനസപ്രത്യക്ഷമായ സൂക്ഷ്മ ദേവതാലോകങ്ങളെയും ഉല്ലംഘിക്കുമ്പോൾ അറിവ് ഏകമായ ആഗ്രഹണമാകുന്നു. അവിടുത്തെ അനുഭൂതി സമ്പത്ത് കൊണ്ട് കടന്നു പോകുമ്പോൾ ഏകമായ അറിവ് മാത്രമാകുന്നു ഇത്. അവിടെ ഞാനുണ്ടെന്നും ജഗത്തില്ലാത്തതാണെന്നും ബോധ്യപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞ തരം അറിവിൽ എനിക്ക് മുമ്പ് ഈ ജഗത്തുണ്ട്, ഞാനുള്ളപ്പോഴീ ജഗത്തുണ്ട്, എനിക്ക് ശേഷം ഈ ജഗത്തുണ്ടായിരിക്കുകയും ചെയ്യും എന്ന അറിവിന്റെ അടിസ്ഥാന തന്തുവായ ഞാൻ നശ്വരനും ജഗത്ത് അനശ്വരവുമാകുന്നു. നിങ്ങളുടെ പഠിപ്പിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇതാണ്. അതുകൊണ്ട് നിങ്ങളെക്കാൾ പ്രാധാന്യം നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയുടെ ചരിത്രത്തിനുണ്ടാകുന്നു. നിങ്ങളാണ് ഈ ചരിത്രമെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ ജഗത്ത് ഉപ്പുമുക്കി കത്തിച്ച നൂലെന്ന പോലെ കാണപ്പെടുന്നു. മനസ്സിലായില്ല? ഒരു 50 പൈസ ഒരു നൂല് കൊണ്ട് കെട്ടുക, വീട്ടിൽ ചെന്നത് ഉപ്പിൽ മുക്കുക, നല്ലപോലെ ഉണങ്ങുക. ഉപ്പിൽ മുക്കി നല്ലപോലെ ഉണങ്ങിയിട്ട് ഉപ്പുവെള്ളത്തിൽ നല്ലപോലെ മുക്കുക, നല്ല കുറുകിയ ഉപ്പുവെള്ളത്തിൽ മുക്കിയിട്ട് നല്ലപോലെ ഉണങ്ങിയിട്ട് കെട്ടി തൂക്കുക. ആ നൂല് കത്തിച്ച് കളയുക. നിങ്ങൾക്ക് കാണാൻ നൂലുണ്ടാകുകയും 50 പൈസ നാണയം തൂങ്ങിക്കിടക്കുകയും ചെയ്യും. എന്നാൽ അത് തൊട്ടുപോയെങ്കിൽ താഴെ വീഴുകയും നൂല് പൊടിഞ്ഞ് ഭസ്മമായിരിക്കുകയും ചെയ്യും. മനസ്സിലായില്ല? പരീക്ഷ നോക്കിയൊന്നേ. അതിനെപ്പറ്റി നമ്മൾ തർക്കിച്ച് തീരുമാനിക്കണ്ട. വീട്ടിൽ പരീക്ഷ ഒരു 10 പൈസ നാണയമല്ലേ മുടക്കുള്ളൂ. ഒരു 10 പൈസയുടെ നാണയം കെട്ടി തൂക്കിയിട്ടാൻ കത്തിച്ചാൽ പോരെ? ഇത്രയല്ലേ വേണ്ടുള്ളൂ. സിമ്പിളല്ലേ? പന്നൂലിന്റെ ആകൃതിയിൽ ചാമ്പൽ ആ നാണയത്തെയും തൂക്കി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഈ ജഗത്ത് ഭസ്മമായി കാണുവാൻ അവന് കഴിയും. ഇത് 5-ാം അധ്യായം 19-ാം ശ്ലോകമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്ന് തന്നെ ഇത് അനുഭവിച്ചാലേ അനുഭവമാവുള്ളൂ. അല്ലാതെ ഈ ശരീരമൊക്കെ പോയി കഴിഞ്ഞിട്ട് മോക്ഷമൊന്നുമില്ല. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ നീ കിട്ടില്ല, അടുത്ത ജന്മം വേണം. മോക്ഷം മാനവ ശരീരത്തിലിരുന്ന് മാത്രമേ ഉള്ളൂ, മനനം ചെയ്യാതെ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ കത്തിക്കരിഞ്ഞ ചാമ്പലെന്ന പോലെ ഈ ജഗത്ത് ഒരുവനെ ഉള്ളിൽ ശോഭിക്കണമെങ്കിൽ അവൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെയും അവൻ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെയും തിരിച്ചറിയണം. അവന്റെ ബോധത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂതവും ഭാവിയും ഇല്ലെന്നും വർത്തമാനമേ ഉള്ളൂവെന്നും അതുകൊണ്ട് തന്നെ ജഗത്തില്ലെന്നും ഞാനേ ഉള്ളൂവെന്നും അവന് ബോധ്യമാവും. അവന്റെ ബോധസീമയ്ക്ക് വെളിയിലേക്ക് വർത്തമാനം തന്നെയാണ് ഭൂതമായോ ഭാവിയായോ നീങ്ങുന്നതെന്നും ബോധത്തിന് മാത്രമാണ് ഈ സാർവഭൗമത്വം ഉള്ളതെന്നും ഈ ബോധമുള്ളത് കൊണ്ടാണ് ഒരു പൂർവ്വകാലം കാണുന്നതെന്നും ആ പൂർവ്വകാലം വർത്തമാനത്തിൽ തന്നെയാണ് കളിക്കുന്നതെന്നും ഞാനെന്ന വർത്തമാനത്തിൽ മാത്രമേ എൻ്റെ ഭൂതകാലങ്ങളാകുന്ന ചരിത്രങ്ങൾ കളിക്കുകയുള്ളൂവെന്നും അതിന് ചെലവാക്കുന്നത് എൻ്റെ വർത്തമാനത്തെ തന്നെയാണെന്നും അതാണ് എൻ്റെ മോക്ഷത്തിന് തടസ്സമെന്നും അതുതന്നെയാണ് എൻ്റെ വർത്തമാനത്തെ വിശ്ലഥമാക്കുന്നതെന്നും വിവരമുള്ളവന് മനസ്സിലാവും. ഇന്നെനിക്ക് 50 മായാവി, നീ തന്നെയാണ് മായാവിനോദൻ. നീ തന്നെ വിചാരിച്ചാലേ മായയെ നീക്കി എനിക്ക് സായുജ്യം തരാനും പറ്റുള്ളൂ. മനസ്സു തന്നെയാണ് എൻ്റെ മംഗല്യം. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ മനഃകൃതകൃതം രാമാന ശരീരകൃതം കൃതം ഏനൈ വാലിംഗ്യതേ ജായാത്തേനൈ വാലിംഗ്യതേ സുധാഹ. മായ എന്നത് ഈ മനസ്സു തന്നെ. സങ്കല്പ വികല്പാത്മകമായ മനസ്സാണ് സൃഷ്ടിയുടെ എല്ലാ രംഗങ്ങളിലും കളിക്കുന്നത്. മനസ്സു തന്നെയാണ് മായ. എവിടെ മനസ്സ് മൃതമാകുന്നുവോ അവിടെ മായ ഇല്ലാതാകുന്നു, ഞാൻ മോക്ഷത്തിലാകും. ഇതിനപ്പുറം പ്രായോഗിക ജീവിതം ഇല്ല. പോരുമ്പോൾ ഏതാണ്ടൊക്കെ ഉപരിലോകങ്ങളിലെ കേൾക്കാനും നിത്യജീവിതത്തിന് പ്രയോജനപ്പെടാത്തതും അതുകൊണ്ടാണ് പിള്ളേരാരും പോരാത്തത്. ഇതൊക്കെ ഞങ്ങൾ കേട്ട് ഞങ്ങൾ മോക്ഷത്തിൽ പോകാൻ, നിങ്ങളിവിടെ നിത്യജീവിതവും ഇത് തന്നെയാണ്. ഇത് അറിഞ്ഞിട്ടേ ജീവിക്കാൻ തുടങ്ങാവുന്നതാണ്. അറിഞ്ഞു കഴിഞ്ഞാലോ ഈ ജീവിതമൊന്നും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു, എങ്കിലുമെങ്കിൽ അടിച്ച് പൊളിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ കഴിക്കത്തുമില്ല, കിട്ടിയിട്ടില്ല. ചുരുക്കത്തിൽ ഇത് അറിഞ്ഞില്ലെങ്കിൽ ജീവിതവും ഇല്ല, ജീവിതത്തിൽ നിന്ന് മോചനവുമില്ല. രണ്ടും ട്വിസ്റ്റാണ് മനസ്സിലാകാറ് അല്ലേ? ദർ ഈസ് എ ട്വിസ്റ്റ്, ദാറ്റ് ഈസ് ദ ബിസ്റ്റ്. ഇഫ് യു ആർ അവെയർ ഓഫ് ദ ട്വിസ്റ്റ് യു നോ ദ ബിസ്റ്റ്. ഇല്ലെങ്കിൽ അത് കിട്ടില്ല. ഭാഷയുടെ ഏറ്റവും വലിയ കളി എവിടെയാണ്? അത് കിട്ടി ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കാം. കാരണം ഈ വർത്തമാനവും
ഭൂതവും ഭാവിയും ഒക്കെ ഏകമായൊരു വർത്തമാനത്തിലാണ്. ഇതല്ലാതെ വരുന്നത് നിങ്ങളുടെ ആധുനിക പഠിപ്പ് കൊണ്ടാണ്. ആധുനിക പഠിപ്പിൽ ഞാനിരുന്ന ഈ സാധനം എനിക്ക് മുമ്പുണ്ടായിരുന്നു. ഇതെന്റെ ബോധത്തിന്റെ തോന്നൽ മാത്രമാണ്. അത് ഞാനും വേറെ നിങ്ങളിൽ കുറെ പേരും ചേർന്നുണ്ടാക്കുമ്പോൾ അത് ഒന്നിച്ചുള്ള വാസനയാകുമ്പോൾ എന്റേത് പിൻവലിച്ചാലും അവരുടേതായി ഇവിടെ നിൽക്കുന്നു. ഈ ഭിത്തി മുമ്പുണ്ടായിരുന്നില്ലേ എന്നും ഇവിടെ വന്ന ഏതെങ്കിലും ഒരു സ്വാമിജിക്ക് അദ്ദേഹത്തിന്റെ ബോധത്തിൽ അങ്കുരിച്ചതും ആ ബോധം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരെ സമഷ്ടിയിൽ സങ്കല്പിപ്പിച്ചതും അവർ ചേർന്നുണ്ടാക്കിയതുമായ ഇത് വ്യക്തിയിൽ മാത്രം നിലകൊള്ളാത്ത സ്വപ്നമായി വികസിച്ചതുകൊണ്ട് അത് ആ വ്യക്തി പിന്നെ പോകുമ്പോഴും നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നിലനിൽക്കില്ല. ക്ലിയറായില്ല. വ്യഷ്ടി സ്വപ്നങ്ങളാണ് സമഷ്ടിക്ക് സമർപ്പിക്കുന്നത്. സമഷ്ടിയുടെ സ്വപ്നമായി അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നത് വ്യഷ്ടി പിൻവാങ്ങുമ്പോഴും കണ്ടേക്കാം സമഷ്ടിയുടെ ബോധത്തിൽ, ഇല്ലെങ്കിലില്ല. അതിന് വ്യഷ്ടി സമഷ്ടികളുടെ ആന്തോളനങ്ങൾ അറിയാത്ത അജ്ഞാനികൾ എനിക്ക് മുമ്പ് ലോകമുണ്ടായിരുന്നുവെന്നും ഇപ്പോഴുണ്ടെന്നും നാളെ ഉണ്ടായിരിക്കുമെന്നും അതുകൊണ്ട് ഞാനൊരു ക്ഷണികമാണെന്നും ചിന്തിക്കുമ്പോൾ ജഡമായ ജഗത്തിന്റെ അനശ്വരതയും സചേതനമായ ജീവന്റെ നശ്വരതയുമാണ് അവൻ പഠിച്ചു വശാകുന്നത്. ആധുനികമെന്നോ പാശ്ചാത്യമെന്നോ ആധുനിക പൗരസ്ത്യമെന്നോ ഒക്കെ വിശേഷിപ്പിച്ചേക്കാവുന്ന ഈ അറിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് ഇന്നത്തെ പഠനങ്ങൾ എന്നുള്ളതാണ് ഇത് മനസ്സിലാകാനുള്ള തടസ്സവും. വേറെ തടസ്സങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങളും ഇരുന്ന് ഗവേഷണം ചെയ്യുന്നത് എങ്ങനെ ആധുനിക പഠിത്തത്തോട് ഈ പ്രാചീന പഠിത്തങ്ങൾ യോജിക്കുന്നുവെന്ന് കാണിച്ചു തരാനാണ്. സമന്വയിക്കല്ല, ഇത് എത്രത്തോളം അതിലുണ്ട്. അതിനാണ് ഞങ്ങൾ ശാസ്ത്രങ്ങളെ മുഴുവൻ ഇതിലേക്ക് വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുന്നത്. സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആധുനിക ശാസ്ത്രം ഒരിക്കലും ശാസ്ത്രമല്ല, ശാസിതാരവുമല്ല. ശാസ്ത്രം ശാസിക്കുന്നവനാണ്. ആധുനിക പഠിപ്പുകൾക്ക് നിങ്ങളെ ശാസിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതായോധനത്തിലെ പലതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പലതും ഇന്നലെയുള്ളവൻ ചെയ്യാത്തതാണ്. ഇന്നലത്തെ അവൻ ശാസ്ത്രം ഉൾക്കൊള്ളുകയും ശാസ്താവിനെ അംഗീകരിക്കുകയും ശാസ്ത്രം അവന്റെ തന്നെ ബോധമായി നിന്ന് അവന് വഴിയും വെളിച്ചവും ആവുകയും ചെയ്തു. ഇന്നില്ല. ഇന്ന് നിങ്ങൾ പഠിക്കുന്നത് ഇനിയും ഒരിക്കൽ ആവശ്യം വന്നാൽ മറ്റൊരാളെ പഠിപ്പിച്ച് കാശ് വാങ്ങിക്കാൻ മാത്രമാണ്. അത്രയും മാത്രമേ പഠിപ്പിന് പ്രയോജനമുള്ളൂ. ഒൺലി ഫോർ ആൻ അക്കാഡമിക് ഇൻട്രസ്റ്റ് എന്നാണ് അതിൻ്റെ നിങ്ങളുടെ തന്നെ പദം. നിങ്ങൾ പഠിച്ച കെമിസ്ട്രി, നിങ്ങൾ പഠിച്ച ഫിസിക്സ്, നിങ്ങൾ പഠിച്ച ലിറ്ററേച്ചർ, ഇതിലേതെങ്കിലും അല്പമാത്രമെങ്കിലും പ്രയോജനം ഇങ്ങനെയുള്ളതല്ലാതെ പഠിപ്പിക്കാൻ പോയവന് കാശിനുള്ള പ്രയോജനം മാറ്റി നിർത്തിയാൽ അല്ലാത്ത രംഗങ്ങളിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനം തന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായി അവനവനോട് ചോദിക്കുക. കെമിസ്ട്രി പഠിച്ച മെറ്റലർജിയോ ഓർഗാനിക് കെമിസ്ട്രിയോ ഒക്കെ എന്തിനാണ് പഠിച്ചതെന്ന് പഠിപ്പിച്ചവരോടും അതിന് സിലബസ് കണ്ടെത്തിയവരോടും അത് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ ശാസ്ത്രകാരന്മാരോടും പഠിച്ച നിങ്ങളോട് തന്നെയും ഒന്ന് ചോദിക്കുക. പ്രാചീനൻ പഠിച്ചതെല്ലാം അവന് പ്രയോജനപ്പെടാനാണ്. എല്ലാം അവനിരുന്ന് ഓം ശിവായ ജപിച്ച് കഴിയുമ്പോഴും അവനിരുന്ന് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം ഉരുകെട്ട് പഠിക്കുമ്പോഴും അത് കഴിഞ്ഞ് ഒന്നൊന്നും രണ്ടും മൂന്നൊന്ന് പട്ടിക ചൊല്ലി പഠിക്കുമ്പോഴും ഇങ്ങനെയൊക്കെയാണ് പണ്ട് പഠിച്ചിരുന്നതെന്ന് തോന്നുന്നു വീടുകളിലിരുന്ന്. ആഴ്ചകൾ കാണാതെ പഠിക്കുമ്പോഴും പക്കങ്ങൾ പഠിക്കുമ്പോഴും മുഹൂർത്തങ്ങൾ പഠിക്കുമ്പോഴും എല്ലാം അതവന്റെ കൃഷിയിലും വാണിജ്യത്തിലും അവന്റെ ജീവിതത്തിലും അവന് വഴിയും വെളിച്ചവുമായി എന്നും അവനെ ശ്വാസിച്ചുകൊണ്ട് നിൽക്കും. അവനൊരു കപ്പ കുഴിച്ചു വെക്കാൻ തടമെടുക്കുമ്പോൾ അവനാ പഠിച്ച പാഠത്തിൽ നിന്നൊരു ഉൾവെളിയിൽ ശാസ്താവായി ഉയർന്നു വന്ന് അവനെ ശാസിക്കും. ഇത് വെളുത്ത പക്കമാണ്, ഇത് കറുത്ത പക്കമാണ്, നീ ഇപ്പോഴാണോ ഇത് കുഴിച്ചു വയ്ക്കേണ്ടത്? ഈ കാലഘട്ടത്തിൽ നീ കുഴിച്ചു വെച്ചാൽ ഇതെല്ലാം വേറായി പോവില്ലേ? നീ എന്തെല്ലാം വളം നൽകിയാൽ ഇത് മുട്ടിയാവില്ലേ? ഈ കപ്പ തിന്നാൻ കൊള്ളുവോ? നീ കുടിച്ചു വെച്ചുകൂടാ. നനച്ചു പിടിപ്പിക്കാം, കപ്പയ്ക്ക് കിഴങ്ങുണ്ടാക്കാം, കൊണ്ടുപോയി വിറ്റ് മറ്റുള്ളവരെ കളിപ്പിക്കാം എന്നല്ല. നീ സീസണിലല്ലാതെ ഈ പഴം പറിച്ചു തിന്നു കഴിഞ്ഞാൽ പ്രകൃതിയിലുണ്ടായ ഏതോ വിക്ഷോഭം കൊണ്ടുണ്ടായ ഹോർമോണുകളുടെ ആന്തോളനമുള്ള ഈ പഴം നീ ഭക്ഷിക്കുന്നതോടുകൂടി നിന്നിലുള്ള ഹോർമോണുകൾക്ക് മാറ്റം വരികയും നീ പുരുഷനാണെങ്കിൽ പൗരുഷം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾക്ക് ആന്തോളനം വരുമ്പോൾ നിന്റെ പ്രോസ്റ്റേറ്റിൽ വരെ 1000 മാറ്റങ്ങൾ ഉണ്ടാവാം. നീ പഴം തിന്നുകൂടാ. ഇത് അൺസീസണലാണ്. നീ ഒരു പെൺകുട്ടിയല്ലേ? നീ ഇത്ര ചെറുപ്പത്തിലെ ഈ പഴം പറിച്ചു നിന്ന് സീസണല്ലാത്തത് കഴിച്ച് നിന്നിലെ സ്ത്രൈണ ഹോർമോണുകൾ മാറി മറിഞ്ഞാൽ നിന്റെ താടിയിലെല്ലാം രോമങ്ങൾ ഉണ്ടാവില്ലേ? നീ പുറത്തിറങ്ങി കിടക്കുമ്പോൾ ആളുകളെ എങ്ങനെ നോക്കും? നിന്റെ പീരീഡ്സ് ഒക്കെ നിന്നു പോവില്ലേ? ചോദ്യം മനസ്സിലായില്ല. ഇത് പഴമയുടെ പാഠം.
നിങ്ങൾ MBBS-ഉം MBA-യും എടുത്തു കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റ് മകൾക്ക് വഴിയിൽ നിന്ന് കെണ്ടക്കി ചിക്കൻ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ 48 ദിവസം കൊണ്ട് കോഴിയെ പൂർണ്ണ വളർച്ച എത്തിച്ച ഹോർമോണുകൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കടന്നു കയറി ആഹാരം പാചകം ചെയ്ത് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ 12 വയസ്സിൽ കുട്ടി കഴിച്ച കോഴി 13 വയസ്സിൽ വീണ്ടും കഴിച്ച് 14 വയസ്സിൽ വീണ്ടും കഴിച്ച് ആഴ്ച തോറും പോയി ഇത് അടിച്ചു കയറ്റിക്കഴിഞ്ഞ് 14ാമത്തെ വയസ്സിലെത്തിയപ്പോൾ മെൻസ്ട്രൽ പീരീഡ് നിന്നു. കുറേശ്ശെ താടി രോമങ്ങൾ വളർന്നു, മീശ നല്ല പോലായി. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, നേരെ കൊണ്ടുപോയി പറിക്കാൻ എടുത്തൻ്റെ അടുക്ക കൊണ്ടുപോയി പറിച്ചിട്ട് അതിൽ ഇരട്ടി വളർന്നു. മെൻസ്ട്രൽ പീരീഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഹോർമോൺ ഇഞ്ചക്ട് ചെയ്തു. പീരീഡ് വന്ന് ബ്ലീഡിങ് നിൽക്കുന്നില്ല. വീണ്ടും ഒരു ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്തു. എന്നേക്കുമായി നിന്നു. മാറ്റിൻ്റെയിൽ ഒരാവർത്തി പോലും വായിച്ചു നോക്കിയില്ല. കൊടുത്തത് സിന്തറ്റിക് ഹോർമോൺ. 35 വയസ്സെത്തി, ബ്രസ്റ്റിൽ ക്യാൻസർ, യൂട്രസിൽ ക്യാൻസർ. സിന്തറ്റിക് ഹോർമോണിന്റെ സൈഡ് എഫക്റ്റ്. ശാസ്ത്രം നിങ്ങൾക്ക് ശാസ്താവല്ല, ശാസിതാരവുമല്ല. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി കെട്ടുകഥ പറഞ്ഞതല്ല, ശാസ്ത്രത്തിന്റെ അന്തരിന്ദ്രിയ മണ്ഡലത്തിൽ നിന്ന് തന്നെ പറഞ്ഞത്. ഏത് ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെങ്കിലും വെല്ലുവിളിക്കാം, ഞാൻ ഉത്തരവും പറയാം. പഴയത് വെച്ചല്ല, പുതുത് വെച്ച്, വിത്ത് മാർട്ടിൻഡെയിൽ, എക്സ്ട്രാ ഫാർമക്കോപ്പിയ, 31st എഡിഷൻ. മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഈ അറിവ്? പ്രാചീനൻ പറഞ്ഞത് ഓർമ്മ വരും. ശുനപുച്ഛം ഇവ വ്യർത്ഥം, ജീവിതം വിദ്യയാവിന ന ഗുഹ്യഗോപനേ ശക്തം നചദംശ നിവാരണേ. മനസ്സിലായില്ല. ശുനകന്റെ പുച്ഛം പോലെയാണ് വിദ്യയില്ലാത്തവന്റെ ജീവിതം. പട്ടിയുടെ പുച്ഛം നോക്കിയിട്ടുണ്ടോ? ന ഗുഹ്യഗോപനേ ശക്തം. പശുവിനൊക്കെ അതിന്റെ ഗുഹ്യഭാഗം മറയ്ക്കാൻ ആ വാല് കൊള്ളാം, പട്ടിക്ക് അത് മറയ്ക്കാനായിട്ടുള്ള വാലില്ല. ന ഗുഹ്യഗോപനേ ശക്തം. ഗുഹ്യം മറയ്ക്കാൻ അതിന്റെ വാല് പ്രയോജനപ്രദമല്ല. നചദംശ നിവാരണേ. വല്ല കൊതുകും വന്ന് കടിച്ചാൽ അടിക്കാനുള്ള നീളവുമില്ല. എന്തിനാ പിന്നെ ഈ വാൽ അതിന് വെച്ചു കൊടുത്തു? എന്റെ സംശയം തീർന്നു എന്ന് വിചാരിക്കാം. താനൊരു സംശയം വന്ന് ചോദിച്ചിരുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്. വേറെണ്ടത് തീർന്നു ഒരുമാതിരി ആയെന്ന് വിചാരിക്കാം. ന്യായമായി ചോദിക്കാതെ ഉത്തരം പറഞ്ഞേക്കാന്ന് വെച്ചാൽ. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രം പഠിക്കുമ്പോൾ ഓർക്കണം, ഇതാണ് മനസ്സ്. ഇവിടെ നിങ്ങളുടെ ആധുനിക പഠനത്തിന്റെ പരിപ്രേക്ഷ്യങ്ങളിൽ ഞാനെന്ന കേന്ദ്രബിന്ദു മാറി മറിയുമ്പോൾ ഈ വിശ്വമുണ്ടായി ഞാനുണ്ടായതല്ല, ഞാനുള്ളത് കൊണ്ട് എൻ്റെ വിശ്വമുണ്ടാവുകയാണ്. ഞാനാണ് അതിൽ സത്യം. അതുകൊണ്ടാണ് ഭംഗിയായി പറഞ്ഞത്. നീ തന്നെ മായാവി തത്. നീ എന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം തത്. ആ തദാകാര വൃത്തി, സ്വരൂപാവസ്ഥിതിക്ക് അത് അനിവാര്യമെന്ന് പതഞ്ജലി. ആ വൃത്തി കൊണ്ടാണ് ഇതര വൃത്തികളെ തടയുന്നത്. ഈ വൃത്തികളെല്ലാം ജഗത്താണ്. ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളുമായ വൃത്തികളാണ് ഈ ജഗത്ത്. വൃത്തി നിരോധം വന്നാൽ ജഗത്തില്ലാതായി. വൃത്തയഃ പഞ്ചതയ്യാഹ ക്ലിഷ്ടാഹ അക്ലിഷ്ടാഹ. ഭാരതീയ ആചാര്യന്മാർക്ക് വാക്കിനൊന്നും ഒരു പഞ്ഞമില്ല. ഇന്നിപ്പോ ഞങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ്. ഇത് കോപ്പി അടിച്ചാൽ പോരെ. കോപ്പി അടിച്ച് മിടുക്കന്മാരായിട്ട് ഞങ്ങൾ ദക്ഷിണയും വാങ്ങിച്ച് ഞങ്ങൾ പോകുമ്പം പതഞ്ജലിയൊക്കെ മുകളിൽ നിന്ന് ചിരിക്കുന്നുണ്ടാവും. നേരാൻ വണ്ണ ഇത് പറഞ്ഞു മേടിച്ചോണ്ട് പോയാലെങ്കിലും കൊള്ളാമായിരുന്നു എന്ന് അങ്ങനെ പതഞ്ജലി ചിരിക്കുക. അതിനാണ് വിവരം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് പോലും മനസ്സിലാകാത്ത നമ്മുടെ പരിപാടി ദൂരക്കിടന്ന് പറയുന്നു. ഒന്നും മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ എന്നോ എഴുതാം. അറിവിന്റെ ആദിമരൂപങ്ങളിൽ ഭാരതീയമായ ഒരു അറിവ് വെച്ചുകൊണ്ട് ഒരിക്കലും മാനവ പരിണാമം അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കാണെന്ന് പറയാനാവില്ല. ഇത്രയും ലോകം പുരോഗമിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് അക്കാലത്തെ അറിവിന്റെ പുസ്തകങ്ങൾ എടുത്ത് നേരാം വണ്ണം വായിച്ചു പഠിക്കാൻ നമുക്ക് വിവരമില്ല. നമ്മൾ പറയാണ് പണ്ട് വിവരമില്ലായിരുന്നു. മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളെ ഇത്ര അഗാധമായി പഠിച്ചവർ, ശാസ്ത്രത്തിന്റെ ഏത് ശാഖയും നിങ്ങൾ എടുത്തു. നാരായണഗുരു അതിനെല്ലാം ബഹുമാനിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഏകമായ അറിവാണ്. അറിവെന്ന ഇവിടെ അർത്ഥം. നീ തന്നെ മായ, നീ തന്നെ മായാവി, നീ തന്നെ മായാവിനോദൻ, നീ തന്നെ മായയെ നീക്കി സായുജ്യം നൽകും ആര്യൻ. ആദ്യം പറഞ്ഞ ദൈവം, അറിവ്. ദൈവമേ നീയല്ലോ മായയും, ദൈവമേ നീയല്ലോ മായാവിയും, ദൈവമേ നീയല്ലോ മായാവിനോദനും, ദൈവമേ നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ദൈവം എന്ന് ചേർക്കണം. അതുകൊണ്ട് ഇതെല്ലാം നീ തന്നെ. ഇത് മായാപക്ഷത്ത്. അല്ലെങ്കിൽ മായ വേറെ ഉണ്ടെന്ന് പറഞ്ഞു പോയാൽ ദ്വൈതമായി. വിശിഷ്ടാദ്വൈതത്തിന്റെ സമീക്ഷയിലെ ഉദാഹരണത്തിലൂടെ കടന്നു വന്ന് അദ്വൈതത്തെ സമർത്ഥിച്ച് കടന്നു പോകുന്ന ഒരു ആചാര്യന്റെ ചിന്താബന്ധുരമായ പദ്ധതി. ശിവയിൽ പോയി സമാധി മണ്ഡപത്തിന്റെ ഉടമസ്ഥത പറഞ്ഞ് തർക്കിക്കുമ്പോഴും തീർത്ഥാടനത്തിന് ഒരുങ്ങി മുദ്രാവാക്യം മുഴക്കി നീങ്ങുമ്പോഴും ഇതൊന്നും ഉരുവിട്ടിരുന്നെങ്കിൽ നമുക്ക് ബോധ്യമായേനെ ഗുരു ആരാണെന്ന്. അപ്പൊ ആ ജീവിതത്തിന്റെ ചിന്ത ഏറ്റവും അവസാന ഭാഗത്തെത്തി. ജീവബുദ്ധ്യാതു തദംശകേ ആത്മബുദ്ധ്യ ത്വമേവാഹം. അവിടെ എത്തി. ദേഹബുദ്ധ്യാതു ദാസോഹം. രാമൻ ചോദിച്ചു നീ ആരാണെന്ന്. ആഞ്ജനേയനോടാ ചോദിച്ചേ. മുക്തിയത്തിലാണെന്ന് തോന്നുന്നു. ആഞ്ജനേയൻ പറഞ്ഞു ദേഹബുദ്ധിയിൽ
ഞാൻ അങ്ങയുടെ